പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും പല കാര്യങ്ങളും ചിന്തിക്കുന്നവരും ഉൾക്കാഴ്ചകൾ സ്വീകരിക്കുന്നവരുമൊക്കെയാണ്. അത് പലപ്പോഴും നമ്മളുടെ ജീവിത മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രയോജനപ്രദമാക്കാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളും നമുക്ക് ലഭിക്കുന്ന അറിവുകളും മറ്റുള്ളവരുടെ കൂടെ പൊതുസമൂഹത്തിൻ്റെ കൂടി നന്മയ്ക്കും വിജയത്തിനും കാരണമാക്കി തീർക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് അത്തരത്തിൽ ഒരു പുസ്തക രൂപത്തിലാക്കുവാനായിട്ട് ദീർഘമായ നാളത്തെ പരിശ്രമവും ഒരു തപസ്യയായിട്ട് അതെടുത്തുകൊണ്ട് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശിതമാവുമ്പോൾ അതിൻ്റെ കർത്താവായ ശ്രീ തോമസ് മൈലാടൂരിനെ ഹൃദയംഗമമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ ആ പുസ്തകത്തിലൂടെ ഒന്ന് ഓടിച്ച് കടന്നുപോയി. ഒരു വേറിട്ട അവതരണ ശൈലി ആണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതി ഉൾക്കൊണ്ടുകൊണ്ട് പല സത്യങ്ങളും പല യാഥാർത്ഥ്യങ്ങളും തൻ്റെ തന്നെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആവിഷ്കരിക്കുകയാണ്. നമ്മളിന്ന് പൊതുസമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് ജീവിത വിജയത്തിനായിട്ടുള്ള പരിശ്രമങ്ങളിൽ എല്ലാ മനുഷ്യരും, സാമാന്യബോധമുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൽ വിജയം നേടുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഏത് മേഖലയിലായാലും വിജയം നേടുക, ഔന്നത്യത്തിലേക്ക് എത്തുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ തൃഷ്ണയാണ്. ആ വിജയം നേടുവാനായിട്ട് മനുഷ്യർ പല രീതിയിൽ അല്ലെങ്കിൽ പല ഉപാധികൾ, പല വഴികളാണ് തേടുന്നത്, അന്വേഷിക്കുന്നത്. എന്നാൽ ഇന്ന് പൊതുവേ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലായാലും ഇൻഡസ്ട്രിയൽ വേൾഡിലായാലും ഒക്കെ കാണുന്ന ഒരു പ്രവണത, വിജയം എന്നത് വെറും ഭൗതികമായ ചില നേട്ടങ്ങൾ മാത്രമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. വിജയത്തിന് എപ്പോഴും ഒരു ആധ്യാത്മിക മാനം ഉണ്ട് എന്ന് ഉള്ള തിരിച്ചറിവ് ഇന്ന് പൊതുസമൂഹത്തിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് വേൾഡിലൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ഇന്ന് മിക്കവാറും കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരുടെ സ്റ്റാഫിനും പ്രവർത്തകർക്കുമൊക്കെ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്പിരിച്വൽ മോട്ടിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പീരിയോഡിക്കായിട്ട് നടത്താറുണ്ട്. ഒരു കാലഘട്ടത്തിൽ വിജയം എന്നത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തമായ അധ്വാനത്തിൻ്റെ കായിക ശക്തിയാവാം, അല്ലെങ്കിൽ ബൗദ്ധിക ശക്തിയാവാം, അതിലൂടെയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതങ്ങനെയല്ല. തൻ്റെ സ്വന്തം കഴിവിൽ, ഒരു മനുഷ്യൻ്റെ സ്വന്തമായ കഴിവിനും അപ്പുറത്ത് ഒരു ശക്തി ഉണ്ട്, ആ ശക്തിയുടെ സ്വാധീനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള അത് ആധ്യാത്മിക മാനമെന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിലായിരിക്കും പലരും കാണുക. പക്ഷേ തങ്ങളുടെ സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ വെറും മാനുഷികമായ ഒരു കഴിവിൽ മാത്രം ആശ്രയിച്ച് വിജയം, യഥാർത്ഥ വിജയം കരഗതമാക്കുവാൻ സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് തോമസ് സാറിൻ്റെ ഈ പുസ്തകം പുറത്തേക്ക് വരുന്നത്. ആ പുസ്തകത്തിൽ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഗമമാണ് നടത്തിയിരിക്കുന്നത്. ജീവിത വിജയത്തിലേക്കുള്ള പടികൾ അദ്ദേഹം ആവിഷ്കരിക്കുമ്പോൾ തന്നെ അതിന് ആധ്യാത്മികമായൊരു മാനം, പ്രത്യേകിച്ച് ക്രൈസ്തവികമായ ആധ്യാത്മികതയുടെ ഒരു മാനം, അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനം കൃത്യമായും വ്യക്തമായും ആ പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പുസ്തകം അനേകർക്ക് ജീവിത വിജയത്തിന് ഒരു മാർഗദർശനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ, ഈ ജീവിത വിജയത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അത് കൂടുതലും ഇംഗ്ലീഷിലൊക്കെയാണ് നമ്മൾ കാണുക. മലയാളത്തിൽ നമുക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെ പരിമിതമാണ്, വളരെ ചുരുക്കമാണ്. ആ ഒരു ശ്രേണിയിലേക്കാണ് തോമസ് സാറിൻ്റെ ഈ പുസ്തകം ഇന്ന് പ്രകാശിതമാവുന്നത്.
അപ്പോൾ ഒരിക്കൽ കൂടി തോമസ് സാറിന് എല്ലാ നന്മകളും വിജയാശംസകളും നേരുന്നു. ഈ പുസ്തകത്തിന് പ്രചാരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ധാരാളം പേർക്ക് ജീവിത വിജയത്തിന് മാർഗദീപമായി ഈ പുസ്തകം പ്രശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.